എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാന്റ ക്യാപ്പാണ്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൊറിയൻ വെൽവെറ്റാണ്. ഇത് നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാധാരണ ഒരു റെഡ് കളർ സാധാ തുണി അല്ലെങ്കിൽ വെൽവെറ്റ് തുണി എന്തെങ്കിലും എടുത്താൽ മതി. ഇനി ഇതെടുത്തിട്ട് ഈ ഒരു കോർണർ ഭാഗം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കണ്ടോ, ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത് എന്ന് വിചാരിക്കൂ. ഇതാണ് ക്ലോത്തെങ്കിൽ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ ഒരു കോർണർ നമുക്ക് പിടിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തെ കോർണർ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിന് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ ഭാഗം ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫോൾഡിങ് ഇതാണ്, ഈ ഒരു ഫോൾഡിങ്ങേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്, കണ്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു ട്രയാങ്കിൾ പീസ് പോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ കോർണറൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ നല്ല കറക്റ്റ് ലെവലിൽ ആക്കുക. രണ്ട് സൈഡുകളും ഒരേപോലെ ഇരിക്കുന്ന പോലെ വെക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിന് ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് മെഷർ ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 14 ഇഞ്ചിൻ്റെയാണ്. നിങ്ങൾക്ക് ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിലിൽ വലിയ അളവില്ലേ, സ്കെയിലിൻ്റെ സൈഡിൽ 1 സെൻറ്റിമീറ്റർ ഇഞ്ചും ആയിരിക്കും. അപ്പോൾ ആ വലിയ അളവ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 14 ഇഞ്ച് ആണ് നമ്മളുടെ ക്യാപ്പിൻ്റെ സൈസ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ മുകളിൽ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഇപ്പുറത്തെ ഈ സൈഡിലും 14 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാണ് കേട്ടോ. രണ്ട് സൈഡുകളും 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിന് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി എക്സ്ട്രാ വൈറ്റ് പീസൊക്കെ സ്റ്റിക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും 14.5 ഇഞ്ചും കൂടെ ചേർത്തു. അതായത് മൊത്തം ലെങ്ത്ത് വന്നിട്ട് 14.5 ഇഞ്ച് എടുത്തിട്ട് ആ രണ്ട് പോയിൻറ്റുകൾ നമ്മൾ ഇങ്ങനെ കൂട്ടി അങ്ങ് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഒരു ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ തലയുടെ ചുറ്റുമുള്ള അളവ് എടുത്തിട്ട് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്യാം. നമ്മുടെ തലയ്ക്ക് ചുറ്റും ഈ ടേപ്പ് പിടിച്ചതിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു മാർക്കിങ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ടേപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു തുണി എടുത്തിട്ട് എങ്ങനെയാണ് വെച്ച് നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഹാഫാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എൻ്റെ 23 വരുന്നത്, അപ്പോൾ 11.5 ആണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ടത്. ഫുള്ളുള്ള അളവിൻ്റെ ഹാഫ് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് എടുത്തപ്പോൾ 14.5 ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി ഇതേപോലെ 14.5 എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ടേപ്പ് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് ഇതേപോലെ പിടിച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗത്ത് ടേപ്പ് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 14.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മളിതിങ്ങനെ വീണ്ടും നീക്കി പിടിച്ചു. എന്നിട്ട് അവിടെ എവിടെയാണോ 14.5 വരുന്നതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ആക്കുക 14.5. ഈ എൻ്റെ എന്തായാലും 14.5 തന്നെയായിരിക്കും. ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളും 14.5 വരുന്ന ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ടേപ്പ് ഇല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടായാലും ഇതേപോലെ മെഷർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്കൊരു ത്രെഡ് എന്തെങ്കിലും എടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പിടിച്ച് മാർക്ക് ചെയ്താൽ മതി. ടേപ്പിന് പകരം ഒരു നൂലെടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ വരച്ച 14.5 വരച്ച പോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ പോയിൻറ്റുകളൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ജോയിൻ ചെയ്ത് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു കേർവി ഷേപ്പിൽ വരും. അപ്പോൾ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് കേർവ് പോലെ ആയിരിക്കണം കേട്ടോ. നമ്മൾ ആ ക്യാപ്പിൻ്റെ അറിയാമല്ലോ, ക്യാപ്പ് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് വരില്ലേ, ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കണം. അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം. കണ്ടോ, കറക്റ്റാക്കിയിട്ട് ആ മാർക്കിങ്ങിലൂടെ നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കേർവ് ഷേപ്പിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ വളരെ ലെങ്ത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ഇത് ഫുൾ പരിപാടികൾ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പീസാണ് കേട്ടോ. ഈ ഒരു പീസാണ് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, ക്യാപ്പിൻ്റെ വൈറ്റ് പോർഷൻസൊക്കെ, ഇതൊക്കെ വേണം. അതിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫർ ക്ലോത്താണ് കേട്ടോ. ഈ ഫർ പോലത്തെ ഒരു ക്യാപ്പാണല്ലോ ഇതിൻ്റെ താഴെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തുണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ
ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫർ ക്ലോത്തിനെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്, രണ്ട് ആയിട്ട് മടക്കിയെടുത്തിട്ട് നമ്മുടെ ഈ ഒരു റെഡ് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റില്ലേ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് നമ്മുടെ ലെങ്ത്ത്, അത് നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ താഴോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ വീതി കേട്ടോ, 4 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഇവിടെയും മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഈ ഫർ ക്ലോത്ത് എടുക്കുന്നത് നമ്മുടെ ചുറ്റളവ് തലയുടെ എത്രയാണോ അതിൻ്റെ നീളവും പിന്നെ 4 ഇഞ്ച് വീതിയും, അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് വീതിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 റൗണ്ട് പീസസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് പീസ് വന്നിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ക്യാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നല്ല റൗണ്ട് പീസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ, നല്ല ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ, ഇതിപ്പോൾ ഫെവിബോണ്ട് പോലത്തെ ഗ്ലൂവിൻ്റെ ആണ്, ഉഹു എന്നാണ് പേര്. ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ തന്നെയാണ് കേട്ടോ. അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം, ഫെവിക്കോൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം മറ്റേ ഇതുമ്മേ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. കണ്ടോ, തിരിച്ചെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് വരും. ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കവറാണ് കേട്ടോ, നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവറാണ്. അതിതുപോലെ ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് തുണിയോ പഞ്ഞിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി അമർത്തി കൊടുത്ത് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് അതിനെ പിടിച്ച് കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോൾ പോലത്തെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത ലെങ്ത്ത് പീസ് എടുത്തല്ലോ, അതെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗമല്ല ഉൾവശത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൽ നമ്മൾ ഗ്ലൂ ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ അങ്ങ് മടക്കി ഒട്ടിക്കുക. കണ്ടോ, ഉൾഭാഗത്താണ് നമ്മൾ ഗ്ലൂ ഇട്ടത്. എന്നിട്ട് ഇതേപോലെ മടക്കുക. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ അല്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തുന്നിയിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടോ കൊടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ റെഡ് ക്യാപ്പ് ഉണ്ടല്ലോ, ആദ്യം കട്ട് ചെയ്ത് വെച്ചത്, അത് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ തുറന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗം എടുക്കുക. നല്ല ഭാഗം എടുത്തിട്ട് ഈ ഒരു സൈഡ് താഴെ വരുന്ന ഭാഗമില്ലേ, കോർണറല്ല, ഈ താഴെ വരുന്ന ഭാഗം, ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വൈറ്റ് പീസ് ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതായത് മടങ്ങിയിരിക്കുന്ന ഭാഗം മുകളിലോട്ടും നമ്മളുടെ കട്ട് ചെയ്ത ഭാഗം താഴത്തോട്ടും വരുന്ന വിധത്തിലാണ് നമ്മൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ഈ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് മറച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ മറച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ മറച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ഇട്ട് മറച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഓരോന്നും ഗ്ലൂ വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ച് ഈ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ അതിനെ തിരിച്ച് വെച്ചിട്ട് നല്ല ഭാഗമാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അത് ഉള്ളിലോട്ട് വന്നിട്ട് ചീത്ത ഭാഗം പുറത്തോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുക. ആ ക്യാപ്പിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ മടക്കിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ മുകളിൽ കാണുന്നത് ഉള്ളിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതങ്ങ് വെച്ച് കറക്റ്റായിട്ട് ആ ലെവലിൽ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ പണി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ മടക്കിയിട്ടിട്ട് ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വിടുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഉൾഭാഗം പുറത്തോട്ട് എടുക്കാം. കണ്ടോ, നല്ല ഭാഗം ഉള്ളിലല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോർണർ ഭാഗം കറക്റ്റ് ആവാനായിട്ട് ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുമ്പോൾ ഇത് കോർണർ കറക്റ്റായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല, മുകളിൽ ഒരു ബോൾ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ എടുത്തിട്ട് ആ ഒരു ഹോള് പോലെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ആ ഭാഗത്ത് ഗ്ലൂ ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാപ്പിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ക്യാപ്പിൻ്റെ എൻഡ് ഭാഗത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക.
ഫുൾ റൗണ്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളതിങ്ങനെ പരത്തി ഒട്ടിച്ച കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഫുൾ സൈഡിൽ ഗ്ലൂ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ ഈ ഒരു ബോളിന് ഉള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാന്റ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ക്രിസ്മസ് ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ 2 മിനിറ്റ് ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തവർക്ക് ഗ്ലൂ ഇട്ടിട്ടായാലും ചെയ്തെടുക്കാം, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ കുട്ടികളുടെ പഴയ റെഡ് കളറും വൈറ്റ് കളറും ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ടായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്. ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും എല്ലാ കൂട്ടുകാരും 5:15 വന്ന് നമ്മുടെ ചാനലൊന്ന് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, ലവ് യു ഓൾ.